السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الدين عند الله الإسلام. صدق الله مولانا العلي العظيم. സ്നേഹാദരണീയരും ബഹുമാന്യരുമായ ഈ വേദിയിലെ വിവിധ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംബന്ധിച്ച ബഹുമാന്യരായ നേതാക്കളെ, വിവാദ പാഠപുസ്തക വിശദീകരണ സമ്മേളനം ഭംഗിയാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ സഹോദരങ്ങളെ, വട്ടംകുളം സെന്ററിൽ ചേരുന്ന ഈ പരിപാടിയിൽ പാഠപുസ്തകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും ഒരു സമൂഹത്തിന്റെ ആശങ്കകളും വിശദമാക്കുക, വിശകലനം ചെയ്യുക എന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകർ ഇത്തരം ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൌരവത്തോടുകൂടി ഈ യോഗം ശ്രദ്ധിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്, കേരളത്തിലെ മതവിശ്വാസികൾ, മുസ്ലിമേതര മതം വിശ്വസിക്കുന്ന, ഇസ്ലാമേതര മതം വിശ്വസിക്കുന്ന ആളുകൾ പോലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു സമരമുഖത്തേക്ക് സമുദായം ഒന്നാകെ നീങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ സാഹചര്യം എന്തുകൊണ്ട് രൂപപ്പെട്ടു വന്നു എന്നത് തീർച്ചയായും വിശദീകരിക്കപ്പെടേണ്ടതും അറിയാൻ താൽപര്യമുള്ള ആളുകളെ അറിയിച്ചു കൊടുക്കേണ്ടതുമാണ്. ഇവിടെ കൂടി നിൽക്കുന്ന മുഴുവൻ ആളുകളോടും വളരെ വിനയസ്വരത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ള ഒരു എളിയ അപേക്ഷ, ഇവിടെ നടക്കുന്ന പ്രഭാഷണങ്ങൾ ആദ്യന്ത്യം ശ്രവിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നതാണ്. കേവലം മുൻധാരണാജന്യമായ തീരുമാനങ്ങളോടുകൂടി ഈ സമ്മേളനത്തെ കാണുന്ന ആളുകൾ നമ്മുടെ സദസ്സിലുണ്ടാകും. മുസ്ലിം സമുദായത്തിൽ തന്നെ എന്താണിപ്പോൾ ഈ പാഠപുസ്തകത്തിൽ ഇത്രമാത്രം ഗൌരവമുള്ളത്? അത്രമാത്രമൊന്നും ആ പാഠപുസ്തകത്തിൽ ഇല്ലല്ലോ. മുസ്ലിങ്ങൾക്ക് അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ടല്ലോ. പിന്നെ എന്തിനാണ് സമുദായം ഒന്നാകെ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്നു തന്നെ ചിന്തിക്കുന്നവരും അങ്ങനെ പ്രചരിപ്പിക്കുന്നവരും കവലകളിൽ അങ്ങനെ സംസാരിക്കുന്നവരും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വേറൊരു വിഭാഗം ആളുകൾ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഈമാൻ എന്ന് പറയുന്നത് സ്കൂളിൽ ഒരു പാഠം പഠിക്കുമ്പോഴേക്കും അങ്ങ് ഒലിച്ചു പോകുന്ന പൊങ്ങുതടി പോലെയാണോ? അത്രമാത്രമേ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ മദ്രസയിൽ വെച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഒലിച്ചു പോകുന്ന ഒരു ഈമാനൊന്നുമല്ലല്ലോ ഇസ്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മോട് സംസാരിക്കുന്ന ആളുകളെയും കാണാൻ കഴിയും. അതിനെല്ലാം പുറമെ ഇത് കേവലം ഗവൺമെന്റിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ പ്രക്ഷോഭം മാത്രമാണെന്നും ആ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നും അവരതിനുവേണ്ടി മതസംഘടനകളെ ഉപയോഗപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തുകയാണ്, മിസ്ഗൈഡ് ചെയ്യുകയാണ് എന്നുവരെ നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞ് ഫലിപ്പിക്കുന്ന ആളുകളുമുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ചിന്താധാരകൾ വെച്ചുപുലർത്തുന്ന മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു നിഷ്പക്ഷ പരിപ്രേക്ഷ്യത്തിലൂടെ ഈ വിഷയത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ കൊണ്ടുവരാനുള്ള ഒരു എളിയ ശ്രമം ഞാൻ നടത്തുമ്പോൾ അതിനെ പക്ഷപാതിത്വത്തോടുകൂടി വീക്ഷിക്കാതെ ഏതാണ്ട് ഒരല്പസമയം അതൊന്ന് നിരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് എനിക്ക് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്റെ പിന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട പ്രഭാഷകരോട് എനിക്ക് വളരെ വിനീതമായി പറയാനുള്ളത്, ഒരിത്തിരി സമയം കൂടിപ്പോയാലും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുവാൻ സമയം എടുത്തുകൊണ്ട് തന്നെ ഈ കാര്യം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവസരം വിനിയോഗിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുന്ന സമയം ഉണ്ടാകണം എന്നാണ്. ഒന്നാമതായി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തലം, വളരെ ശ്രദ്ധേയമായ സാവധാനത്തിലുള്ള ഒരു വിശകലനത്തിലൂടെ മാത്രമേ ഇത് മനുഷ്യ മനസ്സുകളെ ശരിക്കും ബോധ്യപ്പെടുത്താൻ കഴിയും. പാഠ്യപദ്ധതിയും പാഠ്യക്രമവും ഒക്കെ മാറിയിരിക്കുന്നു എന്ന ഒരു ബോധം ആദ്യമായി ബഹുജനങ്ങൾക്കുണ്ടായിരിക്കണം, പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്ക്. പാഠ്യപദ്ധതിയിൽ വന്ന കാതലായ മാറ്റമനുസരിച്ച് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠഭാഗവും
മൊത്തത്തിൽ നമ്മുടെ കലാലയങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകങ്ങളുടെ കണ്ടന്റ് കേവലം 8 വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് തയ്യാറാക്കപ്പെട്ട ഒരു കരിക്കുലം, അല്ലെങ്കിൽ 8 വിഷയങ്ങളെ അധിഷ്ഠിതമായി കരിക്കുലം കമ്മിറ്റിയിലിരിക്കുന്ന ആളുകൾക്ക് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് രൂപപ്പെട്ട പാഠപുസ്തകങ്ങളാണ്. വിവാദ പാഠപുസ്തകമടക്കമുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളും ഇതുവരെയുള്ള കാഴ്ചപ്പാടിൽ നിന്നു മാറി ജലമാനേജ്മെന്റ്, പരിസ്ഥിതി മലിനീകരണം, ബാലവേല, സ്ത്രീ പുരുഷ സമത്വം, പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ സംരക്ഷണം, വിശ്വമാനവൻ, കാർഷികോൽപാദനം, വനവൽക്കരണം, ഈ എണ്ണിപ്പറഞ്ഞ 8 കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് ഇനി മുതലുള്ള പാഠഭാഗങ്ങൾ. അത് മൊത്തം സബ്ജക്റ്റുകൾ അങ്ങനെ തന്നെയാണ് കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത് എന്നാണ് പുതിയ ചിന്താധാര അനുസരിച്ചുള്ള പാഠ്യപദ്ധതി നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സിദ്ധാന്തിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെ ഒരു കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണ്. മതമോ മതമൂല്യങ്ങളോ ആയി ബന്ധപ്പെടുന്ന ഒരു കാര്യങ്ങളും കുട്ടിക്ക് ഇനി സ്കൂളിൽ പഠിക്കാൻ അവസരം ഇല്ല. ആ കാരണം കൊണ്ട് നമ്മൾ പ്രകോപിതരാവുകയോ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഈ പ്രശ്നത്തിലേക്ക് നമ്മൾ എടുത്തുചാടുകയോ ചെയ്യുന്നില്ല. അതിന്റെ കാരണം മദ്രസകളിൽ മതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സ്കൂളുകളിൽ മതം പഠിപ്പിക്കണം എന്ന അഭിപ്രായം നമുക്കില്ല. സ്കൂൾ പാഠ്യപദ്ധതിയിൽ മതം ഒരു പാഠഭാഗമാകണം എന്ന നിർബന്ധം നമുക്കില്ല. സൗഹൃദം പഠിപ്പിക്കണമെങ്കിൽ വ്യത്യസ്ത മതങ്ങളുടെ ആശയങ്ങൾ പഠിപ്പിക്കാമായിരുന്നു. അങ്ങനെ മുമ്പ് നമ്മുടെ രാജ്യത്ത് പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് പഠിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം രാജ്യം മതേതര രാജ്യമാണ്. നമ്മുടെ രാജ്യത്തെ മദ്രസകളൊക്കെ പൂർവ്വകാലത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്കൂളുകളിൽ തന്നെയായിരുന്നു നടന്നിരുന്നത് എന്ന് ഇവിടെയുള്ള ചരിത്രം പഠിക്കുന്നവർക്കറിയാം. പക്ഷേ നമ്മുടെ മദ്രസകൾ സ്വതന്ത്രമായ കെട്ടിടങ്ങളിലേക്ക് നീങ്ങുവാനുണ്ടായ പ്രത്യേക സാഹചര്യം, ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഒരു മതവിഭാഗത്തിന്റെ പാഠ്യക്രമം, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗം സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് ശരിയല്ല എന്ന തീരുമാനം വന്നപ്പോഴാണ്. ആ തീരുമാനം അനുസരിക്കാനും അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനുമുള്ള വിശാല മനസ്കത മുസ്ലിങ്ങൾക്കുണ്ട്. മാത്രമല്ല അതാണ് അതിന്റെ ശരിയും ന്യായവും എന്ന് നമ്മൾ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആധുനിക പാഠ്യപദ്ധതിയിൽ മതം പഠിപ്പിക്കാൻ സംവിധാനമില്ലാത്തതുകൊണ്ട് നമുക്ക് യാതൊരു തരത്തിലും പരിഭവമില്ല, പരിഭവപ്പെടാൻ അവകാശവും ഇല്ല. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് പൂർവ്വകാലത്തും സ്കൂളുകളിൽ നമുക്ക് താൽപര്യമില്ലാത്ത പലതും നമ്മൾ പഠിച്ചിരുന്നു. ഒരു മുസ്ലിമായ എന്റെ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ എന്റെ ഹിന്ദു സുഹൃത്ത് ദൈവത്തെ പൂജിക്കുന്നത് പോലെ ആ ദൈവത്തെ പൂജിക്കുന്ന കഥകളും എന്നതുപോലെ തന്നെ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന സ്തോത്ര വചനങ്ങളും എന്റെ മതവുമായി ബന്ധമില്ലാത്ത പലതും പഠിച്ചിരുന്നു, പഠിപ്പിച്ചിരുന്നു. അന്നൊന്നും നമ്മൾ പ്രകോപിതരല്ല. എന്നതുപോലെ തന്നെ ശാസ്ത്രത്തിന്റെ പേരിൽ മതത്തിന് ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത ഒരുപാട് വസ്തുതകൾ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. അതിനെയൊന്നും നമ്മൾ എതിർത്തിട്ടില്ല. ഇന്നലെ വരെ സ്കൂളിൽ പഠിപ്പിച്ചത് മുഴുവൻ മതത്തിന് അനുകൂലമാണ് എന്ന വാദവും നമ്മുടെ മുമ്പിലില്ല. ഡാർവിനിസം നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിസവും നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചിരുന്നു. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കാറൽ മാർക്സിനെ കുറിച്ച് വ്യക്തമായി ചിത്രം വെച്ചുകൊണ്ട് സ്കൂളിൽ പൌരധർമ്മത്തിൽ പഠിപ്പിച്ചിരുന്നു. ചരിത്രവും പൌരധർമ്മവും. ജർമ്മനിയിലെ ട്രയൽ പട്ടണത്തിൽ ജനിച്ച കാറൽ മാർക്സ് ജർമ്മൻ തത്വചിന്തകളും അതുപോലെ തന്നെ ഫ്രഞ്ച് സോഷ്യലിസ്റ്റ് ധാരണകളും ചേർത്തുകൊണ്ട് കമ്മ്യൂണിസം എന്നൊരു ആശയം ലോകത്ത് കാഴ്ചവെച്ചു. അയാളുടെ സഹകാരികളും സഹായികളുമായി പിന്നീട് വർത്തിച്ച എംഗൽസിനെ കുറിച്ചും ലെനിനെക്കുറിച്ചും പാഠപുസ്തകത്തിൽ പറഞ്ഞിരുന്നു. അന്നും നമ്മൾ പ്രകോപിതരായിട്ടില്ല. എന്തുകൊണ്ട്? അന്നൊന്നും ഈ വിഷയം മതനിരാസത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ ഉപയോഗപ്പെടുത്തിയില്ല. ഇപ്പോഴെന്തുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ എടുത്തുചാടുന്നു? എടുത്തുചാടുകയല്ല, സാധാരണഗതിയിലെ ജനാധിപത്യ പ്രതികരണമാണ്. അതിന്റെ കാരണം, ഒന്നാമതായി ഈ പാഠപുസ്തകം മതത്തെ പരിഹസിക്കുന്നു. രണ്ടാമതായി ഈ പാഠപുസ്തകം മതത്തെ നിരാകരിക്കുന്നു. എന്റെ പ്രസംഗത്തിന്റെ വൈഭവത്തിന് വേണ്ടിയോ വാചാടോപം നടത്തുന്നതിന് വേണ്ടിയോ അല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമാണോ അല്ലയോ എന്ന് സഭ പിരിഞ്ഞു പോയതിന്റെ ശേഷം ഓരോ രക്ഷിതാക്കളും തന്റെ കുട്ടിയുടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടുപിടിച്ച് അവന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി ഞാൻ പറഞ്ഞത് ശരിയോ അല്ലയോ എന്ന് പരിശോധിക്കണം. അത് പരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. അതല്ല, എന്റെ കാഴ്ചപ്പാട് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇക്കാര്യം തുറന്നു പറയുന്നത്. നമ്മളിപ്പോൾ ഈ പുസ്തകത്തെ കാണുന്നത്, ഈ പുസ്തകം മതനിരാസത്തിനും അതുപോലെ തന്നെ